ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ വാഗബോണ്ടിൻ്റെ ചാപ്റ്റർ 10 മലയാളം എക്സ്പ്ലനേഷനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ മൊത്തഹാജി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നോ? അപ്പോൾ പെട്ടെന്ന് ആ വാർത്ത കേട്ട ഷോക്കിൽ ഒസുഗി ഇങ്ങനെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവരിങ്ങനെ കയ്യിലൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. കാര്യം കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ കണ്ടല്ലോ, ആ കയ്യിലെ കത്തി തട്ടി മാറ്റാൻ വേണ്ടിയിട്ട് ടക്കേസോ അവരുടെ കയ്യിൽ ഒന്ന് പിടിച്ച് വലിച്ചിരുന്നല്ലോ. ടക്കേസോ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ, കൈക്കൊന്നും പ്രശ്നമില്ലല്ലോ എന്ന്. ഇവരാണെങ്കിൽ എഴുന്നേറ്റ പാടെ ടക്കേസോയോട് ചോദിക്കുകയാണ്, ടക്കേസോ നീ പറഞ്ഞതെല്ലാം ഉള്ളത് തന്നെയല്ലേ, സത്യമല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ടക്കേസോ പറയുന്നുണ്ട്, സത്യമൊക്കെയാണ്, പക്ഷേ അപ്പൊ എന്താ അവൻ നിന്റെ കൂടെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാഞ്ഞാൽ നീ ഒസുഗി ടക്കേസോയോട് ചോദിക്കുന്നു. ഒസുഗി വീണ്ടും പറയുന്നു, ഈ നടക്കുന്നതെല്ലാം തെറ്റാണ്, നീ എൻ്റെ മോനെ വലിച്ചഴിച്ചോണ്ട് പോയെ, എന്നിട്ടിപ്പോൾ നീ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു, അവനെന്താ നിന്റെ കൂടെ വരാഞ്ഞാന്ന്. ഉടനെ ടക്കേസോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ വലിച്ചഴിച്ചോണ്ട് പോയെന്നോ, ഇപ്പം അങ്ങനെ ആയോന്ന്. അവൻ എവിടെ പോയി? അവനില്ലാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് ഒളിച്ചു കയറി വരാൻ നിനക്ക് എങ്ങനെ തോന്നി? അവനെ എനിക്ക് തിരിച്ചതാ, എൻ്റെ മത്തഹാജിയെ എനിക്ക് തിരിച്ചതാ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ള വൻ സീനാണ്. അപ്പൊ ഇവരുടെ ഈ ശല്യം സഹിക്കാൻ വയ്യാതെ ടക്കേസോ അവസാനം പറയുകയാണ് അവൻ വേറൊരു സ്ഥലത്ത് ഒരു സ്ത്രീയുടെ കൂടെ താമസിക്കുകയാണെന്ന്. ഇപ്പം നമ്മളെ ഷിപ്പോജി ടെമ്പിൾ ആണ് കാണിക്കുന്നത്. ഒട്സു അവൾക്ക് വന്ന ആ എഴുത്തിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് ഇത് ആരായിരിക്കും അയച്ചിട്ടുണ്ടാവുക എന്ന്. അപ്പോൾ കയ്യിൽ ഇപ്പോൾ 2 എഴുത്തിരിക്കുന്നത് നമുക്ക് കാണാം, ടു ഒട്സു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യത്തെ കത്ത് ഒട്സു തുറന്ന് വായിക്കുകയാണ്. അതിലുള്ള കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മത്തഹാച്ചിയോടൊപ്പം ഇപ്പോൾ ഉള്ള സ്ത്രീയാണ് ഈ കത്ത് എഴുതുന്നത്. നിന്നെക്കുറിച്ചുള്ള ചിന്തകൾ അവന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എല്ലാവരും പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത്, നീ മത്തഹാച്ചിയെ മറക്കണം എന്ന് ഒക്കോ. അപ്പൊ ഈ ഒക്കോ ആരാണെന്നുള്ള ഒരു ഷോക്കിൽ നമ്മുടെ പാവ ഒത്സു ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പിന്നെ അവൾ ആ 2ാമത്തെ കത്തെടുത്ത് വായിക്കുകയാണ്. അപ്പൊ അതിലെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോട് ക്ഷമിക്കൂ ഒത്സു, നീ എന്നെ മറക്കണം, എന്നിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിക്കണം എന്ന് മത്തഹാച്ചി. അപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ മത്തഹാച്ചിയുടെ ആ മുഖം ഓർത്തെടുക്കാൻ ഒത്സു പാടുപെടുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഒത്സു പറയുന്നുണ്ട്, എനിക്കിപ്പോൾ മത്തഹാച്ചിയുടെ മുഖം നന്നായിട്ട് ഓർമ്മ വരുന്നു എന്ന്. അപ്പോൾ ആരാണ് ഈ ഒക്കോ എന്ന് ചോദിച്ചുകൊണ്ട് ആകെ ഇമോഷണലി ബ്രേക്കായി കണ്ണ് നിറഞ്ഞവിടെ നിൽക്കുന്ന ഒത്സുവിനെ നമുക്കിപ്പോൾ കാണാം. അപ്പോൾ ആകെ അലറി വിളിച്ച ആ കയ്യിലിരിക്കുന്ന എഴുത്ത് മുഴുവൻ കീറി എറിയുകയാണ്. ആരാണ് ഈ ഒക്കോ, എന്നോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് അവൾ ആകെ അവിടെ കിടന്ന് കരഞ്ഞു വിളിക്കുന്നുണ്ട്. ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആ പുരോഹിതൻ ആ ഒത്സുവിന്റെ അലർച്ചയൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. അപ്പോൾ അയാൾ എന്താ ഒത്സു, എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അവളാണെങ്കിൽ ആകെ ആ ദേഷ്യവും വിഷമവും ഒന്നും സഹിക്കാതെ സ്വന്തം കൈ വരെ ഇങ്ങനെ കടിച്ചു മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒസുഗിയുടെ വീടാണ് കാണിക്കുന്നത്. അവർ ടക്കേസോനോട് സോറി പറയുന്നുണ്ട്. അവർ പറയുന്നു, എനിക്ക് എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് നിന്റെ അടുത്ത് അങ്ങനെയൊക്കെ പെരുമാറിയത്. നീ അകത്തേക്ക് വാ, പെട്ടെന്ന് വരാൻ നോക്ക്, എല്ലാവരും പുറത്ത് നിന്നെ തേടിക്കൊണ്ടിരിക്കുക. ഇത് മത്തഹാച്ചിയുടെ ഡ്രസ്സാ, നീ ഇതിട്ടു. അപ്പൊ ഇവരുടെ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ടിട്ട് ടക്കേസോ ഒന്ന് അമ്പരക്കുന്നുണ്ട്. അപ്പോൾ ഒസുഗി ടക്കേസോയോട് പറയുന്നു, നീ ഇപ്പൊ കുറെ നേരമായില്ലേ ഈ കാട്ടിൽ അലഞ്ഞു തിരിയാൻ തുടങ്ങിയിട്ട്. ഉടനെ ടക്കേസോ പറയുന്നുണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പൊ ഇവര് ചോദിക്കുന്നു, പക്ഷേ നിനക്ക് വിശപ്പുണ്ടായിരിക്കുമല്ലോ, നീ ഇവിടെ നിൽക്ക്, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ എടുത്തിട്ട് വരാം. ഞാൻ ആഹാരം ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ എന്തേ എന്നിവര് ടക്കേസോയോട് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം എന്ന് ടക്കേസോ നമ്മുടെ ഒസുഗിയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മത്തഹാച്ചിയുടെ അമ്മയല്ലേടാ, ഒന്നുമില്ലെങ്കിലും നീ എൻ്റെ മോൻ്റെ ഉറ്റ ചെങ്ങാതിയല്ലേ. കണ്ണീരൊക്കെ വരുന്നുണ്ട്, ആക്ടിങ് ക്യൂൻ തന്നെ. അപ്പൊ തള്ളയുടെ ഈ ഡയലോഗിൽ നമ്മുടെ ടക്കേസോ ഫ്ലാറ്റായി. എന്നിട്ട് പുള്ളി കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പൊ കുളിമുറിയുടെ പുറത്ത് നിന്നിട്ട് ഈ തള്ള ചോദിക്കുകയാണ്, മോനെ വെള്ളത്തിന് ചൂടൊക്കെ പരുവല്ലേ എന്ന്. അതേന്ന് ടക്കേസോയും പറയുന്നുണ്ട്. അപ്പൊ ഇവര് ചോദിക്കുന്നു, ടക്കേസോ ഇനിയിപ്പോൾ നിന്റെ പ്ലാൻ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ടക്കേസോ പറയുന്നുണ്ട്, വാൾപ്പയറ്റിലുള്ള എൻ്റെ കഴിവുകളൊക്കെ ഒന്ന് തേച്ചു മിനുക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ രാജ്യം മുഴുവൻ ഒരു യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഈ പുറത്ത് നിൽക്കുന്ന തള്ളയും പറയുന്നുണ്ടോ, ഒരു യോദ്ധാവിൻ്റെ വഴിയിൽ തന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി അല്ലേ, കൊള്ളാം, വളരെ നല്ല തീരുമാനമാണെന്ന്. ടക്കേസോ പറയുന്നു, എനിക്ക് യാഗ്യുവിനെയും യോഷിയോക്കെയും പിന്നെ അതുപോലെ ഈ നാട്ടിലെ പേര് കേട്ട മറ്റ് സ്പോർട്സ്മാനെ എല്ലാം ചലഞ്ച് ചെയ്യണം. അങ്ങനെ ഇവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്ത് ഞാൻ എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ളത് എനിക്ക് കണ്ടെത്തണം എന്ന് ടക്കേസോ പറയുന്നു. അപ്പോൾ ഈ ടക്കേസോ ഈ പറഞ്ഞതിലെ യാഗ്യു, അദ്ദേഹത്തിന്റെ ഫുൾ നെയിം യാഗ്യു മുനയോഷി സെക്കിഷുസായി എന്നാണ്. ഈ യാഗ്യു ഷിൻകാഗെ സ്കൂൾ ഓഫ് സോർട്ട് ഫൈറ്റിംഗ്, അതായത് അവിടുത്തെ വാൾപ്പയറ്റ് അഭ്യസിപ്പിക്കുന്ന, നമ്മുടെ നാട്ടിലെ ഈ കളരി എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു സ്കൂൾ, അതിന്റെ ഫൗണ്ടറാണ് ഈ യാഗ്യു. അവിടുത്തെ ഒരു വലിയ യോദ്ധാവായിരുന്നു. അതേപോലെ തന്നെ ഈ യോഷിയോക്ക എന്ന് പറഞ്ഞ ആള്, യോഷിയോക്ക കെംബോ, അദ്ദേഹം സെങ്കോക്കു പീരീഡിലെ ഒരു യോദ്ധാവായിരുന്നു. യോഷിയോക്ക സ്കൂൾ ഓഫ് സോർട്ട് ഫൈറ്റിംഗിന്റെ സ്ഥാപകനായിരുന്നു ഇദ്ദേഹം. ഇപ്പൊ ചാപ്റ്ററിലേക്ക് വന്നാൽ തള്ള ഈ ടക്കേസോ
ടക്കേസോയെ ആ വീടിനകത്ത് ട്രാപ്പ് ആക്കിയിരിക്കുകയാണല്ലോ. അപ്പോൾ പുറത്ത് സാമുറായി പടയാളികളൊക്കെ വന്ന് വളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ വന്നത് മനസ്സിലാക്കി ടക്കേസോ ഇങ്ങനെ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇപ്പൊ പുറത്താണെങ്കിൽ ക്യാപ്റ്റൻ അവോക്കിയും ടീമും വന്നേക്കുകയാണ്. അപ്പൊ അയാള് ഈ ഒസുഗിയോട് പറയുന്നുണ്ട്, നല്ലൊരു പണിയാണമ്മേ നിങ്ങൾ ചെയ്തത്, നിങ്ങൾക്ക് ഇനിയും പോവാം. അപ്പൊ ഈ നശിച്ച തള്ള എവിടെ നിന്ന് കൊലച്ചിരിയിരിക്കുകയാണ്. അവോക്കി ആണെങ്കിൽ അയാളുടെ ടീമിലുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് പേര് പോയി അവൻ എസ്കേപ്പ് ആവാനുള്ള വഴികളെല്ലാം ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെച്ചേര്. കാര്യം ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയാലും അവൻ രക്ഷപ്പെടരുത്. എന്നിട്ട് ഈ തള്ള അവിടെ നിന്നിട്ട് ടക്കേസോനോട് വിളിച്ചു പറയുന്നുണ്ട്, എന്റെ മോനെ പറഞ്ഞു മയക്കിയ യുദ്ധത്തിന് കൊണ്ടുപോയിട്ട് ഇപ്പൊ അവനില്ലാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? അതും പോരാഞ്ഞിട്ട് എന്റെ മത്തഹാച്ചി വേറെ ഏതോ പെണ്ണിന്റെ കൂടെ എങ്ങോട്ടേക്കോ ഒളിച്ചോടി പോയെന്ന് നീ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. പന്ന നാറി, നിന്റെ ഈ കള്ളത്തരങ്ങളെല്ലാം ഞാൻ വിശ്വസിക്കുമെന്ന് കരുതിയോ? മത്തഹാച്ചി ഇപ്പൊ ജീവനോടെ ഉണ്ട്. നീ പറഞ്ഞതിൽ ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. ടക്കേസോ നീ തീർന്നടാ ചെറ്റേ. ഇത്രയും പറഞ്ഞിട്ട് ഈ തള്ള ഒരുമാതിരി ഡീമനെ പോലും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. അപ്പൊ കഥവ് ചവിട്ടി തുറന്ന് നമ്മുടെ ടക്കേസോ യുവമാരുടെ മുന്നിലേക്ക് വന്നങ്ങ് നിൽക്കുകയാണ്. ദേഹത്താണ് തുണിയും മണിയൊന്നും ഇല്ല, കയ്യിലാണെങ്കിൽ ഒരു വടി മാത്രം ഇരിപ്പുണ്ട്. അപ്പൊ ഇതൊരു കെണിയായിരുന്നല്ലേ തള്ളേ എന്ന് ടക്കേസോ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒസുഗി പറയുന്നുണ്ട്, നീ വെറുതെ ഫൈറ്റ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല, നീ കീഴടങ്ങുന്നതാ നല്ലത്. നീ കീഴടങ്ങി കഴിഞ്ഞാൽ എന്തായാലും യുവമാര് നിന്റെ തല വെട്ടും. അത് നമ്മുടെ മിയാമോട്ടോ വില്ലേജിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് കരുതിയാൽ മതി. നിന്നെ പോലെയുള്ള പ്രശ്നക്കാരന്മാരെ ഈ ഗ്രാമത്തിന് ആവശ്യമില്ല, നീ ഒരു രാക്ഷസനാ. അപ്പൊ പോയി അവനെ പിടിക്കെന്നും പറഞ്ഞ് അവോക്കി സാമുറായിസിനെ അങ്ങോട്ട് വിടുന്നുണ്ട്. അപ്പൊ ഈ ഓർഡറും കേട്ട് ഓടിച്ചെന്ന ഒരു സാമുറായിയുടെ തല തന്നെ ടക്കേസോ തല്ലി പൊളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേക്ക് എല്ലാ എണ്ണവും ഒന്ന് പതറി. ടക്കേസോ യുവന്മാരെ നോക്കി പറയുന്നുണ്ട്, എടാ പേടിത്തൊണ്ടന്മാരെ, നീയൊക്കെ എന്റെ നേർക്ക് വരുന്നുണ്ടെങ്കിൽ എന്നെ കൊല്ലാൻ ഉറപ്പിച്ചിങ്ങി വന്നോണം. അങ്ങനെ നീയൊക്കെ എന്നെ കൊല്ലാൻ ശ്രമിച്ചാ ആ ശ്രമിക്കുന്നവനെ ആദ്യമേ ഞാനങ്ങ് തീർക്കും. ഇപ്പം നമ്മളെ ഷിപ്പോജി ടെമ്പിൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് എടാ ചെറ്റ, എടാ ചതിയ, മത്തഹാച്ചി, പന്ന നാറി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉത്സു ആകെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പം ഇവിടെ വെച്ച് ചാപ്റ്റർ 10 എൻഡ് ആവുകയാണ്. നമ്മളപ്പോൾ വോളിയം 1 കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് ഗൈസ്. വോളിയം 2 നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു ടാർഗറ്റ് എത്തിക്കഴിയുമ്പോൾ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.